ഹലോ ഗൈസ്, ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ? ബട്ട് ഇന്ന് കുക്ക് ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ അമ്മയാണ് ഗൈസ്. എന്നാൽ നമുക്ക് പെട്ടെന്നൊരു നെയ്ച്ചോറും ചിക്കൻ കറിയും വെച്ചാലോ? ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം, സവാള എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റണം ഗൈസ്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, കുനുകുന അരിഞ്ഞ ക്യാരറ്റ്, ബീൻസ്, മുളക്, കൂട്ടത്തിൽ ഡാൽഡയും കഴുകി വെച്ച അരിയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ ഗൈസ്. ഇനി ഇതിലേക്ക് ഹോട്ട് വാട്ടർ, മെയിൻ ഐറ്റമായ നെയ്യ്, നാരങ്ങ നീരൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേ നമുക്ക് ചിക്കൻ കറി സെറ്റാക്കാം. ഓൾറെഡി ചിക്കൻ വറുത്ത് വെച്ച എണ്ണയിലാണ് ചെറിയ ഉള്ളി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കുന്നത്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ചെറിയ തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടൊന്ന് ഇളക്കിയതിനു ശേഷം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഗൈസ്. മല്ലിയില ഇല്ലാത്തതിനാൽ കറിവേപ്പിലയാവാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ചിക്കൻ മസാലയും ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ടൊന്ന് ഇളക്കി മറിച്ച് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഇതിലേക്ക് വീണ്ടും നെയ്യ് ഒഴിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിയും കറിവേപ്പിലയും ചേർത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഗായ്സ്, നമ്മളെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. അടിപൊളി. ഫൈനലി ഞാനൊരു മുട്ടയും കൂടി പുഴുങ്ങി വെച്ചു, ഒരലങ്കാരത്തിന്. ഇനി ഞാനിതൊന്ന് ചൂടോട് കഴിച്ചു നോക്കട്ടെ. അമ്മ ഉണ്ടാക്കിയതല്ലേ, എങ്ങനെ മോശമാകും? അടിപൊളിയാണ് ഗൈസ്, ശരിക്കും നല്ല ടേസ്റ്റ് ആണ് ഗൈസ്. അപ്പൊ ബൈ ഗൈസ്.